എന്താ ഇപ്പോ? ഫൈസ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അമൽ, അമൽ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതാ ചായ കുടിക്ക്. താങ്ക് യു. ഫൈസ, മീഡിയയിൽ ഇന്നത്തെ ലീഡ് ന്യൂസാണ്. ഫൈസയുടെ ഇഷ്യൂ, അതും ഫോട്ടോസ് ആയത്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ആ കുഴപ്പമാവും. रुक साइड ले। सर इधर ऊपर करो, नहीं जा रहे। पर्दा ऊपर करो ना, ओ पर्दा ऊपर करो। इधर उधर क्या देख रहा है, सुनाई नहीं देता। पर्दा ऊपर करो। हाँ चलो चलो। ഇന്ന് രാത്രി ഇനി യാത്ര ചെയ്യുന്നോണ്ട് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമുക്കിന്ന് ഇവിടെ തങ്ങിയാലോ? എന്തുപറ്റി? കുറച്ച് വെള്ളം കിട്ടോ? दादा, थोड़ा पानी मिलेगा पीने के लिए? पानी है, चाय पियोगे? हाँ, वो अच्छा होगा। चाय तैयार है, चाहो तो पी लो। ठीक है, थैंक यू. ഫൈസയുടെ ഇഷ്യൂവിൽ യൂണിവേഴ്സിറ്റി ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ നാടകം നമ്മൾ എന്ത് ചെയ്യും? അതല്ലല്ലോ ഫൈസ ഇപ്പോഴത്തെ പ്രശ്നം. അങ്ങനെയല്ല അമൽ, നാടകം നമ്മൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും പെർഫോം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് മൊത്തത്തിൽ അതൊരു കീഴടങ്ങലാവും. ഇത്രയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ കീഴടങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിപ്പോൾ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് അവർക്കങ്ങ് എഴുതി കൊടുക്കുന്നതിന് തുല്യമല്ലേ? പൊതുവാൾ സാർ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ കാര്യം മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു.
എനിക്ക് നാളെ സാറിനെ കാണാനൊന്ന് പോകേണ്ടി വരും. അധികം സമയം എടുക്കില്ല, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്താടോ? എന്തൊക്കെയാടോ? എൻ്റെ ഉമ്മയും ഉപ്പയും അവരെ ഉപദ്രവിക്കുമോ അമ്മ? A, 141, 142, 146 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ക്രിമിനൽ കേസാണിത്. ഇത്തരം കേസുകളിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ, ആ മുദ്രാവാക്യം വിളികളുടെ ഒറിജിനൽ ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് കോർട്ടിൽ പ്രസന്റ് ചെയ്തൂടെ? ചെയ്യാം. സർ, ഈ ഫൈസ ഹൈലി സെക്യുലർ ആണെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ പ്രധാന ശത്രുക്കൾ അവരുടെ തന്നെ സമുദായത്തിൽപ്പെട്ട തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്. പക്ഷേ കോർട്ടിന് വേണ്ടത് തെളിവുകളാണ്. സർ, ഫൈസന്റെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഇതൊക്കെ നമുക്ക് ഹിയറിങ്ങിൻ്റെ സമയത്ത് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാൻ ഇതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനതിലും വേണുഗോപാൽ സാറോട്ടൊന്ന് സംസാരിക്കാം. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. എന്നാ പോവാം. ഓക്കെ, താങ്ക് യു. സാർ, പുള്ളിക്കാരൻ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത പോലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷെ നമുക്കതിൽ പുള്ളിയെ തെറ്റ് പറയാൻ പറ്റില്ല അമൽ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ്നെസ് ഉള്ള കേസായത്. നീ ആ പേപ്പർ ഈ ഫൈസയെ കൊണ്ട് ഒപ്പിടിച്ച് ഇന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ തന്നെ പോകാം സാർ. എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരാളെ കാണാനുണ്ട്. ആദർശ് എൻ്റെ കൂടെ ഒന്ന് വരൂ. ഞാൻ പറയാം സർ. ഇപ്പോൾ താങ്ക്സ് ഡാ. रोहन, हाँ चलते हैं. नाटक के लिए सिर्फ 4 दिन बाकी हैं. कोई प्रॉब्लम नहीं यार, हो जाएगा. जिस दिन पे डेट फिक्स किया था उसी दिन हो जाएगा नाटक. ठीक है. ये बेल का सब उससे पहले ही सॉर्ट कर लेंगे. अच्छा सुन, कॉस्ट्यूम का जो भी काम बाकी है तू ही कर लेना. ठीक है? ठीक है. और तुम लोग रिहर्सल्स कंटिन्यू करना. जो भी प्रॉब्लम्स फिक्स करना है सब कर लेना. मुझे थोड़ा काम है, जाके वापस यही आना है. समझ गए. फैजा, अरे कहाँ था तुम? बस इधर बगल में ही. क्यों? हमारे बाबा बाजी और उस लड़की को पुलिस पकड़ के ले गई है. सी बात कर रही हो दीदी? कब? अभी थोड़ी देर पहले. थाना कहाँ है यहाँ का? यहीं पास में है, तुम पता कर लो. अच्छा ठीक है.